ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കുക. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അത് നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അത് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി കുറച്ചൊരു വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ജസ്റ്റ് വേവിച്ചെടുക്കാൻ വേണ്ടി മാത്രം മതി. ഇതിന് ചിക്കനകത്ത് വെള്ളം കൂടെ ഇറങ്ങും. അപ്പം ജസ്റ്റ് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതിന് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തോടുന്ന വരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് ജസ്റ്റ് തോന്ന് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കണ്ടില്ല, ഞാൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മസാല നമുക്കിനി തയ്യാറാക്കാം. അതിനായി നമുക്ക് 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊരു പാനിലിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ 2 സ്പൂൺ ഒരു പാനിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പം പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഉള്ള മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വരട്ടിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിനകത്തേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊരു ദോശ മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലേക്ക് നമുക്ക് നന്നായി കലക്കിയെടുക്കാം. അപ്പം കണ്ടില്ലേ, നന്നായി കലങ്ങിയിട്ടുണ്ട്. അപ്പം ഏകദേശം ദോശയെക്കാട്ടിലൊക്കെ ഇച്ചിരി ഒരു ലൂസായിട്ടിരിക്കണം, എന്നാലേ നമുക്ക് ഈ പാനിലേക്ക് നന്നായി ഒഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പാൻ ചൂടായതിന് ശേഷം ഒരു തവി മാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് എന്നിട്ട് ആ പാൻ ഒന്ന് നന്നായി ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേന് കണ്ടില്ലേ, ഇതേപോലെ ദോശ പോലെ ഇതായും. ഒത്തിരി മൂത്ത് പോകാണ്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ജസ്റ്റ് തിരിച്ച് മറിച്ചും ഇട്ട് ജസ്റ്റ് നമുക്ക് എടുക്കാം. ഒത്തിരി കട്ടിയായി പോകരുത് ഈ ദോശ, കാരണം കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിത് റോൾ ചെയ്യുമ്പോഴത്തേന് ഇത് പൊട്ടിപ്പോകും. അപ്പം തിരിച്ച് മറിച്ച് വന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേന് നമുക്കെടുക്കാം. അപ്പം നമുക്കിനി ഇത് റോൾ ചെയ്യാനായിട്ട് ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബ്രെഡ് ക്രംസും വേണം. ബ്രെഡ് ക്രംസ് ഞാനിവിടെ തന്നെ പൊടിച്ചാണ്. ബ്രെഡ് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ ദോശ ഓരോന്നായി എടുത്ത് വെച്ച് ഒരു മിഡിലിൽ നിന്നൊരു ജസ്റ്റ് താഴേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്കിത് മടക്കിയെടുക്കാം. കണ്ടില്ലേ, താഴേന്ന് ആദ്യം മേളിലോട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മടക്കുക. 2 സൈഡും നമുക്കൊരു പോക്കറ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പം ഈ ഇരിക്കുന്ന മസാലയൊന്നും വെളിയിൽ പോകത്തില്ല. വീണ്ടും അത് റോള് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ്. ജസ്റ്റ് റോൾ ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശയെല്ലാം ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്ന് ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് കുറച്ചൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ ചൂടായ എണ്ണയിലേക്ക്, ഒത്തിരി ചൂടായി പോകരുത് കേട്ടോ, തിളച്ച എണ്ണയാകരുത്. കാരണം ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അത് മൊരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെറിയ തീയിലിട്ട് ജസ്റ്റ് എണ്ണ ചൂടായി കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയ നമ്മളുടെ ചിക്കൻ റോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. കണ്ടില്ലേ, ഒരു നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് നല്ല
ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോൾ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഓൾ എന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം